ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും നിർമ്മിച്ചു. പിന്നെ എല്ലാം മനുഷ്യരുടെയും സകല ജീവജാലങ്ങളുടെയും നന്മയ്ക്കു വേണ്ടി സൃഷ്ടിച്ചു. എവിടെ വിശ്വാസമുണ്ടോ അവിടെ അന്ധവിശ്വാസവുമുണ്ട്. അങ്ങനെ 120 വർഷങ്ങൾക്ക് മുൻപ് കുഴിച്ച ആ കേണിക്കിണർ മൂടപ്പെട്ടുപോയി. 4-ാം തലമുറയിലെ അപ്പൂസ് അവൻ്റെ ആഗ്രഹപ്രകാരം അത് ഞങ്ങൾ ഇന്ന് വീണ്ടെടുത്തു. മണ്ണ് കുഴിച്ച് ചെളിയാക്കാതെ, സിമന്റ് ചേർക്കാതെ, കാട്ടുകല്ലുകളുടെ ഹൃദയം മനസ്സിലാക്കി, കൂട്ടു മനസ്സിലാക്കി, ഒന്നൊന്നിനോട് ചേർത്ത് വെച്ച് ഞാനും അപ്പൂസും കൂടെ അത് പതുക്കെ പണിതുയർത്തി. ഇഷ്ടിക അടുക്കി വെക്കുന്ന പോലെ കല്ലുകൾ മേലേക്ക് മേലേക്ക് വെക്കാറില്ല. ഒരു കല്ല് വെച്ചു, അതിനോട് ചേർന്ന് മറ്റൊരു കല്ല് വെച്ചു. ആ 2 കല്ലിനെയും ഒന്നിച്ചിരുത്താൻ അതിൻ്റെ മുകളിൽ 2 കല്ലിനെയും ചേർത്ത് വയ്ക്കുന്ന രീതിയിൽ മറ്റൊരു കല്ല് വെച്ചു. കല്ലിൻ്റെ ഹൃദയം മനസ്സിലാക്കി കല്ലിനെ കൂട്ടിച്ചേർത്ത് വെച്ചു. തട്ടിയുടയ്ക്കുകയോ മിനുസപ്പെടുത്തുകയോ ഒന്നും ചെയ്തില്ല. ഒരു കല്ലിനെ പോലും നോവിക്കാതെ ഒന്നിനോടൊന്ന് ചേർത്ത് വെച്ച് കല്ലിൻ്റെ ഹൃദയവും സ്നേഹവും മനസ്സും കൂട്ടും മനസ്സിലാക്കി ഒരു ഒരുമ. അതിനൊരു കരുത്തുണ്ട്. അവസാനത്തെ ചെളിയും കോരിക്കഴിഞ്ഞപ്പോൾ ആ ഉറവ പുറത്തേക്ക് വന്നപ്പോൾ കിട്ടിയൊരു ഫീല്, ഒരു തണുപ്പ്, ഒരു അനുഗ്രഹം, അത് പറഞ്ഞറിയിക്കാനാവില്ല. അത്രമേലിഷ്ടം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാനും അപ്പൂസും കൂടെ ചെയ്ത ഏറ്റവും നല്ല പ്രവർത്തികളിൽ ഒന്നായിട്ട് ഇതിനെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുകയാണ്. എല്ലാവരെയും ക്ഷണിക്കുകയാണ്. ഇതിൽ നിന്ന് വെള്ളമെടുത്ത ഓരോരുത്തർക്കും ഇനിയും വരാം. വെള്ളമെടുക്കാം. ഒത്തിരി സന്തോഷം.